എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് ഒന്നുകൂടെ വെൽക്കം ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഡേ 25 ആണ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാല് നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവുന്ന മാന്ത്രികതയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരുപാട് കേട്ടിട്ടില്ലേ? നമ്മൾ 25ാമത്തെ സെഷനാണ് ഇപ്പൊ ഇതുള്ളത്. ഇപ്പൊ മാന്ത്രികത എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ ലൈഫിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഭയങ്കര സീരിയസ് ആയിട്ടാണോ? അല്ലേ? ചില ആളുകൾ ഭയങ്കര സീരിയസ് ആയിട്ട്, ചില ആളുകൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, ഭയങ്കര പ്രഷർ ഉണ്ടാവും, അല്ലേ? ആ രീതിയിലാണോ നിങ്ങളുടെ ലൈഫ് പോകുന്നത്? നിങ്ങൾ അങ്ങനെയാണോ കാണുന്നത്? അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് എല്ലാം സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിലാണോ പോകുന്നത്? ശരി. അപ്പോൾ അധികം ആളുകളുടെയും ലൈഫ് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കും, അല്ലേ? സീരിയസ് ആയിട്ട്, സ്ട്രെസ്ഡ് ആയിട്ട്, ഭയങ്കര പ്രഷറൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ നമ്മൾ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അവര് കളിക്കുമ്പോഴേ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ഈ നമ്മളെപ്പോഴും പറയും അല്ലേ, പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്ന് പറയും, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയും. പക്ഷെ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഒന്നുകിൽ നമ്മൾ പാസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കില്ല. കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി. അവർ ആ ഒരു മൊമെന്റിൽ, ആ ഒരു പ്രസന്റിൽ അവർ കളിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു നിമിഷത്തിലായിരിക്കും അവര്. വേറൊന്നും അവർക്ക്, വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല, അല്ലേ? അവർക്ക് ടെൻഷൻ ഇല്ല, വേറെ ഒരു കാര്യങ്ങളും അവർക്ക് ചിന്തിക്കാനില്ല. ഇപ്പൊ പറയും അല്ലേ, അവർക്ക് EMI മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ, അവർക്ക് കളിച്ച് നടന്നാൽ മതി എന്നുള്ള ചിന്ത ഉണ്ടാവും, അല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളല്ലേ കൊണ്ട് നടക്കുന്നവർക്ക് അതൊന്നും അറിയണ്ടല്ലോ, അല്ലേ? അപ്പോ അപ്പോ കുട്ടികൾ അങ്ങനെയാണ്. അവരാ ഒരു നിമിഷം നമ്മൾ വളർന്ന കുട്ടികളെ വളർന്ന് വലുതായി കഴിഞ്ഞ പിന്നെ നമ്മൾക്ക് എന്തായിരിക്കും? ഒന്നുകിൽ നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർത്ത് വീണ്ടും അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് അങ്ങനെ ആയിരിക്കും ജീവിക്കുന്നത്. അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച്, അതിനെക്കുറിച്ച് ആങ്സൈറ്റി ഉണ്ടാവും, ഇല്ലേ? ഇനി എന്തായിരിക്കും ലൈഫ്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മുടെ ലൈഫ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ എന്താ സംഭവിക്കാം? നമ്മുടെ ഉള്ളിലുള്ള ഈ മാജിക്, ഈ മാന്ത്രികത നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. നമ്മൾ പ്രസന്റിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ യൂണിവേഴ്സ് ഇപ്പൊ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ യൂണിവേഴ്സിലെ ലോ ഓഫ് അട്രാക്ഷനിലും ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് യൂണിവേഴ്സിന്റെ കാര്യം. അപ്പൊ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എതിരല്ല. പല ആളുകളും പറയും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് നടന്നിട്ടില്ല, ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, അഫർമേഷൻ എഴുതി, വിഷ്വലൈസേഷൻ ചെയ്തു, അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നമുക്ക് യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എതിരല്ല, നമുക്കൊപ്പം തന്നെയാണ്. ഇപ്പൊ പലർക്കും ഇങ്ങനെ തോന്നുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പ്രോബ്ലം വരുന്നത്? ഇല്ലേ? പലർക്കും തോന്നുന്ന കാര്യം, എനിക്ക് ഈ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്? എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണോ? ഇത്തരത്തിലുള്ള ഈ ഒരു ചിന്ത എല്ലാവരിലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം ഒന്നും അല്ലല്ലേ, ഓരോ ദിവസം ചിലപ്പം ചിന്തിക്കുന്നവരുണ്ടാവും, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്? ദൈവം എന്നെ കാണുന്നില്ലല്ലോ, അല്ലേ? എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണ്, മറ്റുള്ളവർക്ക് നല്ലപോലെ ജീവിക്കുന്നുണ്ട് എന്നുള്ള ചിന്തകൾ അധികം ആളുകളും ചിന്തിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ലൈഫിൽ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് എനിക്ക് വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അതിൽ തന്നെ നമ്മൾ ചിന്തിച്ച് അതെന്നെ ജീവിച്ച് അതെന്നെ ഫീൽ ചെയ്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് എന്താ, നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും, അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനും നമുക്ക് എപ്പോഴും ഓർമ്മിക്കാനുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നമ്മളത് മറന്നു പോകും. നമ്മുടെ ഫോക്കസ് എവിടെയാണ്? നമുക്കില്ലാത്തതിനെ കുറിച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ആയിരിക്കും നമ്മുടെ ഫോക്കസ് മുഴുവനും. അപ്പോൾ മൈൻഡ് എന്താണ്? എപ്പോഴും ഈ പ്രോബ്ലങ്ങളെ കുറിച്ച്, അല്ലെ, അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അത് നോട്ടീസ് ചെയ്ത് തരും. പിന്നെ പെയിന്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വേദനകൾ, പറഞ്ഞ പോലെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് വേദനകളും പ്രശ്നങ്ങളും അതിങ്ങനെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരും.
അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എന്താണോ അത് തന്നെ ആയിരിക്കും നിങ്ങൾ പിന്നെ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് അത് തന്നെ ആയി മാറും. നിങ്ങൾക്ക് ഒരു പാറ്റേൺ കേട്ടിട്ടില്ലേ, ഒരു പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അതൊരു പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഈ യൂണിവേഴ്സ് എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടില്ലേ? യൂണിവേഴ്സ് എങ്ങനെയാണ് ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നത്? നിങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ആ കാര്യം, നിങ്ങൾ എന്തിനെ കുറിച്ചാണോ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്, ഏത് ചിന്തകൾ എന്താണോ, അതിൽ എത്രത്തോളം ഇമോഷൻ ഉണ്ട്, എന്താണ് ഫീൽ ചെയ്യുന്നത്, അതായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളുടെ വേർഡ്സ് അല്ല കേൾക്കുന്നത്, നിങ്ങളുടെ വാക്കുകളോ ഒന്നല്ല കേൾക്കുന്നത്, നിങ്ങളുടെ ഫീലിങ്സിനാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളില് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളും ആ പരാതികളും ആണ് ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ടെൻഷനും സ്ട്രെസ്സൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളെങ്കിൽ നിങ്ങൾ പുറത്തും റിസൾട്ട് എന്തായിരിക്കും? സെയിം കാര്യം തന്നെ ആയിരിക്കും. ആ സ്ട്രെസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകും അല്ലേ? അത് തന്നെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വേർഡ്സ് എല്ലാം നിങ്ങളെ ലൈഫിൽ മാറ്റം വരുത്തുന്ന, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അഫർമേഷനുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ എഴുതുന്ന ഒരുപാട് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുത്തുന്നത് അതിൽ കൊടുക്കുന്ന നിങ്ങൾ എത്രത്തോളം അത് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഫീൽ ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടോ, അത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നമ്മുടെ ലൈഫിലുള്ള മാന്ത്രികതയെ തിരിച്ചറിയുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഓരോ സിഗ്നല് നമുക്ക് കാണിച്ചു തരും. ഈ യൂണിവേഴ്സ് ഓരോ സിഗ്നൽ നമുക്ക് കാണിച്ചു തരും. എന്താണ്? ഓരോ ചെറിയ കാര്യങ്ങളും ഓരോ സിഗ്നലായിരിക്കും. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണ്? അത് കാണിച്ചു തരുന്നത് എന്താണ്? നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്. അത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് നന്ദി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്രോബ്ലം എന്താണ്? നമ്മളത് തിരിച്ചറിയുന്നില്ല അല്ലേ? അപ്പൊ എന്താണ് ഈ സൂചനകള്? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ട്രിഗർ ചെയ്യും അല്ലേ? ഒരുപാട് സിഗ്നൽ തരും, ഒരുപാട് ഓർമ്മകൾ നമുക്ക് തരും, ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവും പഴയ കാര്യങ്ങൾക്ക്. ഇപ്പൊ നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? പെട്ടെന്ന് ചിലപ്പം ആ ഒരു അതിന്റെ സൗണ്ട്, ആ ഒരു ടൂണ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ എടുത്ത് നോക്കൂ അല്ലേ? ആരാണ് മെസ്സേജ് അയച്ചത്, അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് വന്നിട്ടുള്ളത്, ജി പേയിൽ ക്യാഷ് കയറുക, അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറിയ ആ ഒരു അതിന്റെ സൗണ്ട് ആണെങ്കിൽ അത് നോക്കും, എത്ര കയറിയിട്ടുള്ള, ആരാണ് തന്നിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് നോക്കും. പക്ഷെ നമ്മളെ ലൈഫിൽ വരുന്നുള്ള ഓരോ ഇവന്റുകൾ, ഓരോ സംഭവങ്ങൾ ഉണ്ടാവും, അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. അത് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ ഇത്തരം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, നമുക്ക് ആ സിഗ്നൽ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് മാറ്റണം. അപ്പൊ നമ്മുടെ ലൈഫിൽ നിരന്തരം നമുക്ക് ഇതേപോലെ മെസ്സേജുകളും നോട്ടിഫിക്കേഷനും വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാത്തത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരിക കേട്ടോ. പറയുന്ന ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളത് ശ്രദ്ധിക്കാത്തത്? കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ബിസി ആയിരിക്കും അല്ലേ? പലപ്പോഴും നമ്മൾ ബിസി ആയിരിക്കും. എവിടെയാണ്? നമ്മുടെ മൈൻഡ് എപ്പോഴും ഒന്നുകിൽ പാസ്റ്റിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ നമ്മുടെ വർക്കായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കായി. പല ആളുകളും പറയുന്നത് എനിക്ക് നിൽക്കാൻ നേരമില്ല. നമ്മുടെ കോഴ്സിലേക്ക് കയറുന്ന, അല്ലെങ്കിൽ ക്ലാസ്സുകൾക്ക് ഈ മോർണിംഗ് ഒക്കെ എണീക്കാൻ പറയുന്നത്, ഈ മെഡിറ്റേഷനിലേക്ക് വരാൻ പറയുന്നവരോട് അവർ പറയുന്നതാണ് എനിക്കൊരു ഒട്ടും സമയമില്ല, ഭയങ്കര ബിസിയാണെന്ന് പറയും. ചില ആളുകൾ പാസ്റ്റിലായിരിക്കും, ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർത്ത് ഓവർ തിങ്ക് ചെയ്യും, അല്ലെങ്കിൽ ഫ്യൂച്ചർ അതിനെക്കുറിച്ച് ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ ഈ പ്രസന്റിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ നമ്മളെന്താ വിട്ട് കളയും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബിസി ആവുന്ന സമയത്ത്, നമ്മൾ മറ്റുള്ളതിന്റെ പുറകെ ഓടുന്ന സമയത്ത്
നമ്മൾ ഇപ്പോൾ നമുക്ക് അനുഭവിക്കേണ്ട, നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ വിട്ടുകളയും, മറന്നു കളയും. അപ്പോൾ നിങ്ങളൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു സ്ഥലം ഒരു റോഡിലൂടെ നിങ്ങൾ എന്നും പോകുന്നൊരു വഴിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പം ടൗണിൽ പുതിയ ഷോപ്പുകൾ തുറന്നിട്ടുണ്ടായിരിക്കും. പല കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളത് അറിയുന്നുണ്ടാവില്ല. നിങ്ങളത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടാവും. കാരണം എന്താണ്, നിങ്ങൾക്കവിടെ അവെയർ ആവുന്നില്ല, നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ബിസിയാണ്, എവിടെയാണ് നിങ്ങൾ അപ്പോഴും. ചിലപ്പം എങ്ങോട്ടാ പോകുന്നത്, ചിലപ്പോൾ ഓഫീസിൽ പോകുന്ന കാര്യങ്ങളായിരിക്കും, അവിടുത്തെ കാര്യങ്ങൾ ചിന്തിക്കുകയായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും പറഞ്ഞ പോലെ കഴിഞ്ഞതോ അല്ലെങ്കിൽ വരാനുള്ള മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ലൈഫ്, ഈ ലൈഫ്, നിങ്ങളുടെ ലൈഫ് നിങ്ങളോട് എന്താണ് പറയുന്നത്, എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നത്? ലൈഫ് നിങ്ങളോട് പറയുന്നുണ്ട്. അത് വേർഡ്സ് കൊണ്ടല്ല. നിങ്ങൾക്ക് ഓരോ കാര്യം നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേർഡ്സ് ആയിട്ട് റിംഗ് ടോൺ പോലെയല്ല, ഓരോ സംഭവങ്ങളായിട്ട് അല്ലെങ്കിൽ ചില ആളുകൾ, വ്യക്തികളായിട്ട്, ചില സാഹചര്യങ്ങളായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് കാണുന്നു, അവിടെ നിങ്ങൾ എന്താണ് കാണുന്നത്? എന്താ എന്താണ്? നിങ്ങൾ അവിടെ എന്താണ് കാണുന്നത്? നിങ്ങൾ ചിലപ്പോൾ അവിടെ ഒന്നും കാണുന്നുണ്ടാവില്ല അല്ലേ? അത് യാദൃശികമായിട്ട് സംഭവിക്കുന്നില്ല, സ്ഥിരമായിട്ട് നമ്മുടെയൊക്കെ ലൈഫിൽ വരുന്നതാണ്. ഒരു മെസ്സേജ് വരും. അപ്പോൾ ഒന്നും നമ്മുടെ ലൈഫിൽ, ഈ യൂണിവേഴ്സിലും ഒന്നും വെറുതെ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. എല്ലാം ഈ വരുന്ന മെസ്സേജ്, നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യങ്ങളെല്ലാം എന്തോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സൂചനയാണ്, ഒരു സിഗ്നലാണ്. അപ്പോൾ ഈ സൂചന, ഇതിങ്ങനെ കാണിച്ചു തരുന്ന ആ സിഗ്നൽ എങ്ങനെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? യൂണിവേഴ്സ് എന്ത് ചെയ്യുന്നു? റിമൈൻഡ് ചെയ്യുന്നു. എന്തിന്? നിങ്ങൾക്ക് നന്ദിയുള്ളവരാവുക അല്ലെ? എന്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്നാ. അപ്പൊ അതിലൊക്കെ നമ്മൾ പറയുന്നതാണ് എന്താണ്, നമ്മൾ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ്, എന്തിനാണോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നത് അത് കൂടുതൽ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ അത് പറയാനുള്ള, ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഫീൽ ചെയ്യാനും നമുക്ക് പറയാനും ഉള്ള അവസരങ്ങൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾ ഡെയിലി കാണുന്ന ഓരോ ചെറിയ കാര്യവും നേരത്തെ പറഞ്ഞ പോലെ വെറുതെ സംഭവിക്കുന്നതല്ല. അതൊരു റിമൈൻഡർ ആണ് നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ. അപ്പോൾ ഒരു ആംബുലൻസ് പോവാണ്, നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുക, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നു. ഇപ്പൊ സാധാരണ നമ്മൾ എന്താണ് ചെയ്യുക? അത് ശ്രദ്ധിക്കൂല അല്ലേ? അല്ലെങ്കിൽ നമ്മൾ വഴി മാറിക്കൊടുക്കും. അവിടെ വേറൊന്നും നമുക്ക് ഒരു ചിന്തകളും ഉണ്ടാവില്ല. പക്ഷെ ഇനി മുതൽ നമുക്ക് അതൊരു സിഗ്നലായിട്ട് കാണാം. എങ്ങനെ? യൂണിവേഴ്സ് പറയുന്ന എന്താണ്? നിങ്ങൾ ഹെൽത്തിയാണ് അല്ലേ? ആ ഒരു ആംബുലൻസിന്റെ ഉള്ളിൽ, ആ പോകുന്ന റോഡിലൂടെ പോകുന്ന, ചീറിപ്പാഞ്ഞു പോകുന്ന, ആ ഒരു നിലവിളി ശബ്ദം ഇട്ട് പോകുന്ന ആംബുലൻസിന്റെ ഉള്ളിൽ ഒരാളെ ജീവന് വേണ്ടി മല്ലിട അല്ലേ? ആളുടെ ഒരു ശ്വാസം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴായിരിക്കും നമ്മളിവിടെ പാട്ടും പാടി നമ്മൾ കഴിഞ്ഞ കാലത്ത് ഓർത്ത്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ കരഞ്ഞ് ദുഃഖിച്ച് സങ്കടപ്പെട്ട് പോകുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ ആ ഒരു ആംബുലൻസ് പാസ് ചെയ്ത് പോകുന്ന സമയത്തായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഹെൽത്തിന് പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്, നിങ്ങളെ ഹെൽത്ത് ഓക്കെയാണ്. അതൊരു അനുഗ്രഹമാണ് അല്ലേ? അപ്പുറത്തൊരാൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നു, പോകുന്നു, നിങ്ങളിവിടെ നല്ല പയറ് പോലെ എണീറ്റ് വലിഞ്ഞു നിൽക്കുന്നു അല്ലേ? അതേപോലെ പോകുന്നു. അപ്പൊ നിങ്ങളത് ചിന്തിക്കേണ്ടെന്ന്, ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, എനിക്ക് ഹെൽത്ത് ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അവിടെ, നിങ്ങൾക്ക് അതിനുള്ള സിഗ്നലാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതേപോലെ എക്സാമ്പിൾ ഞാൻ കുറച്ച് പറഞ്ഞുതരാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരു ഹാപ്പി ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ കാണാം, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരാളെ കാണുകയാണെങ്കിൽ നിങ്ങളവിടെ സാധാരണഗതിയിൽ ചിലപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മളിപ്പോൾ പ്രശ്നത്തിലൂടെ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് വലിയ സന്തോഷം ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മളത് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ നമുക്കവിടെ
അസൂയ തോന്നും. നമ്മളിപ്പോഴും പ്രശ്നത്തിലാണ്. മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതും ഒരു സിഗ്നലാണ്. മറ്റുള്ളവർ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് തരുന്ന, യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു സിഗ്നലാണ്. എന്താണ്? നമ്മുടെ ലൈഫിലും ഇത് പോസിബിൾ ആണ്. നമ്മുടെ ലൈഫിലും സന്തോഷം ഉണ്ടാവാം. ഇല്ലേ? അതാണ് കാണിച്ചു തരുന്നത്. ഇത് ചില ആളുകൾക്ക് മാത്രമല്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതോ അല്ല എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ മാത്രം അനുഭവിക്കാനുള്ളതല്ല ഹാപ്പിനെസ്. എനിക്കും അത് പോസിബിൾ ആണ്, എനിക്കത് സാധ്യമാണ് അല്ലേ? അപ്പൊ അത് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ അവിടെയും നിങ്ങൾ താങ്ക് യു പറയാം. നിങ്ങൾക്കൊരു കപ്പിൾസിനെ കാണുകയാണെങ്കിൽ അവർ നന്നായിട്ട് സ്നേഹിക്കുന്ന കാണും അല്ലെ, നന്നായിട്ട് സംസാരിക്കുന്നത്, അവർ നല്ല ഇണക്കത്തിലൊക്കെ പോകുന്ന കാണും. അപ്പൊ ചില ആളുകൾ പറയും, എന്താണ് അവർക്ക് അസൂയ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ. എന്തുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ ആവാൻ പറ്റുന്നില്ല? എൻ്റെ പാർട്ണർക്ക് എന്തുകൊണ്ട് എനിക്ക് സ്നേഹം തരുന്നില്ല? അല്ലെങ്കിൽ എപ്പോഴും പരാതിയും പ്രശ്നവും അടിപിടിയായിട്ട് പോകുന്നതായിട്ടായിരിക്കും ഫീൽ ചെയ്യുക. പക്ഷെ നമ്മുടെ മൈൻഡ് അവിടെ ചേഞ്ച് ചെയ്യണം. എന്താണ് നമ്മൾ അടുക്ക, എന്താണ് ഈ സിഗ്നൽ എന്താണ് തരുന്നത്? സ്നേഹം എന്ന് പറഞ്ഞാൽ റിയൽ ആണ്, സംഭവിക്കുന്ന കാര്യം, ഉള്ള കാര്യങ്ങളാണ്. ഇപ്പൊ റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പ് പോസിബിൾ ആണെന്നാണ് അവിടെ കാണിച്ചു തരുന്നത്. നമുക്ക് യൂണിവേഴ്സ് ഓരോ കാര്യങ്ങളും തരുന്നത് ആ സിഗ്നൽ അവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ അവിടെ നമ്മൾ താങ്ക് യു പറയണം യൂണിവേഴ്സിനോടും അല്ലെങ്കിൽ ആ കാണുന്ന കപ്പിൾസിനോടും. എനിക്ക് മുന്നിൽ കാണിച്ചു തരുന്നു. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എൻ്റെ ലൈഫിലും ഉണ്ട് ഇങ്ങനെ. ഞാനെപ്പോഴും കാണാതെ അല്ലെങ്കിൽ പരാതിയിലേക്ക് മാത്രം അല്ലെങ്കിൽ കുറ്റങ്ങളിലേക്കും കുറവിലേക്കും മാത്രം നോക്കി പോകുന്നത് കൊണ്ട് എനിക്കും അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എനിക്കത് കാണിച്ചു തന്നു. യൂണിവേഴ്സ് എനിക്കത് കാണിച്ചു എന്നുള്ളൊരു സിഗ്നൽ അവിടെ കാണിച്ചു തന്നു അല്ലേ? അപ്പൊ അത് നമ്മളവിടെ ഫീൽ ചെയ്യുക, താങ്ക് യു പറയുക. ഇതേപോലെ നിങ്ങളൊരു ബാങ്ക് കാണാൻ നിങ്ങൾ പോകുന്ന സമയത്ത്, ടൗണിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബാങ്ക് അല്ലെങ്കിൽ ATM ഒക്കെ കാണുമ്പോൾ സാധാരണ നമുക്ക് തോട്ട് വരും, എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല, ഇപ്പോഴും പ്രശ്നങ്ങളാണ്, കടമാണ്, കുറെ EMI ഉണ്ട്, അവിടെ കൊടുക്കാനുണ്ട്, ഇവിടെ കൊടുക്കാനുണ്ട്. പക്ഷെ ഇനി മുതൽ എന്താണ് ചിന്തിക്കേണ്ടത്? എനിക്കും സമ്പാദിക്കാൻ പറ്റും, പോസിബിൾ ആണ്, ഈ കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ മറ്റുള്ളവർക്ക് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ താങ്ക് യു പറയാം. അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാം, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇത് വീടില്ലാത്തതും ആ, ഒരുപാട് അല്ലെങ്കിൽ വാടകയ്ക്ക് അല്ലെങ്കിൽ കടത്തിണ്ടയിൽ കിടക്കുന്ന ആളുകളിലെ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടൗണിലൊക്കെ ഡ്രസ്സൊന്നും ശരിക്ക് നല്ല വൃത്തിയുള്ള ഡ്രസ്സൊന്നും ഇല്ലാതെ, വീടും ഇല്ലാതെ, കുടുംബം ഇല്ലാതെ എല്ലാവരും ആ, തെരുവിലേക്ക് ഇറക്കി വിട്ട് അല്ലെങ്കിൽ ആരോരും ഇല്ലാത്ത ആളുകളൊക്കെ തെരുവിൽ കിടക്കുന്നുണ്ടാവും, വീടൊന്നും ഇല്ലാതെ. ചിലപ്പോൾ മഴയും വെയിലും അതൊക്കെ കൊണ്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് ഫീൽ ചെയ്യണം? നമുക്ക് നല്ലൊരു വീടുണ്ട്, നമുക്ക് നല്ല ഫാമിലി ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ഒരാള് അല്ലെങ്കിൽ കുറെ ആളുകൾ ഇവിടെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോഴും ഞാൻ പരാതിയും പ്രശ്നങ്ങളും പറഞ്ഞ് ഇതൊന്നും കാണാതെ ആണ് പോകുന്നത്. അപ്പൊ നമ്മൾ അവിടെ താങ്ക് യു പറയണം. നിങ്ങളുടെ വീടിനും യൂണിവേഴ്സിനും താങ്ക് യു പറയണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ കാണുമ്പോൾ, അവർ കളിക്കുന്നത് കാണുമ്പോൾ, അവരുടെ ഇടയിലും പ്രസന്റിൽ അവർ ജീവിക്കുന്നു, അവർ സന്തോഷിക്കുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കും. ഇനിയുണ്ട്, ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ താങ്ക് യു പറയുന്നത് കേട്ടാൽ, ഒരാൾ നിങ്ങൾക്ക് താങ്ക് യു പറയുന്നത് കേട്ടാൽ തിരിച്ച് നിങ്ങൾ താങ്ക് യു പറയാം. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. അപ്പോൾ ഇപ്പൊ മനസ്സിലാവുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും, നിങ്ങളുടെ ലൈഫിലൊന്നും വെറുതെ സംഭവിക്കുന്നില്ല, ഓരോ സിഗ്നലിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയോ? ഇവിടെ ആരുമില്ലേ? ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞ്? നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കാണുന്ന ചുറ്റുപാടിൽ കാണുന്ന ഓരോ കാര്യങ്ങളും സിഗ്നലുകളാണ്. അല്ലേ? നമുക്ക് ഓരോ ഇതെല്ലാം ഇവിടെ പോസിബിൾ ആണ്. നമുക്ക് പ്രശ്നങ്ങൾ നമുക്ക് മാത്രമാണ്. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ, നമ്മൾ എടുക്കുന്ന രീതിയും നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്ന രീതിയും നമ്മൾ ബിഹേവ് ചെയ്യുന്നൊക്കെയാണ് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. നമ്മൾ ചിന്തിക്കുന്നൊക്കെയാണ്. അപ്പോൾ നമുക്കിതില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് പോസിബിൾ ആണെന്നുള്ള സിഗ്നലാണ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മളതവിടെ ശ്രദ്ധിക്കുക, അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അത് ഫീൽ ചെയ്യുക. എന്നിട്ട് നമ്മുടെ
ലൈഫ് ചേഞ്ച് ചെയ്യുക. ഇപ്പോ മുമ്പ് നമ്മൾ ഇതിനു മുൻപ് നമ്മൾ ഇതെല്ലാം കണ്ടു ശ്രദ്ധിക്കാതെ പോയി. ഇപ്പൊ നമുക്ക് കാണുമ്പോൾ ഇതിന്റെ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുൻപിൽ യൂണിവേഴ്സ് നമുക്ക് എത്തിച്ചു തരികയാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതുവരെ എനിക്ക് എന്തിനാണ് എനിക്ക് സംഭവിച്ചതെന്ന് മുൻപ് നമുക്കതായിരിക്കും ചിന്ത ഉണ്ടാവുക അല്ലെ. എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നായിരിക്കും മുൻപുണ്ടാകുന്ന ചിന്തകൾ. ഇനി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്തിട്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ചേഞ്ച് ചെയ്തിട്ട്, നിങ്ങൾ ഇത് എനിക്കും കാണിച്ചു തരുന്ന സിഗ്നലാണ്, ഇത് എനിക്ക് ഫീൽ ചെയ്യാനുള്ളതാണ്, നിങ്ങൾ അതിലേക്ക് മാറ്റണം കേട്ടോ. നിങ്ങളുടെ ലൈഫ് നിങ്ങളോട് സംസാരിക്കണം. ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കുകയാണ്. ഓരോ മെസ്സേജ്, ഇതിലൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. അപ്പൊ ആ മെസ്സേജ് അല്ലെങ്കിൽ ആ സിഗ്നൽ നിങ്ങൾ കാണുക, അത് ഫീൽ ചെയ്യുക. ഇതാണ് ഇന്നത്തെ സെഷൻ. അപ്പൊ ഞാൻ പെട്ടെന്ന് തീർത്തതാണ്, എനിക്ക് സുഖം വയ്യാത്തതുകൊണ്ട്. ഇന്നത്തെ ഒരു പ്രാക്ടീസും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഡെയിലി നമ്മൾ 25ാമത്തെ ഡെയിലി നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓരോ സിഗ്നൽ കാണുന്നുണ്ട്, അതെല്ലാം നോട്ട് ചെയ്തിട്ട് നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോഴും, നിങ്ങൾക്ക് ഓരോ സമയത്ത് കാണുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം, അത് ഫീൽ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഇന്ന് കണ്ട കാര്യങ്ങൾക്ക്, അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ സിഗ്നലുകൾക്ക് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നാളെ കാണാം. താങ്ക് യു. ഓക്കെ, പെട്ടെന്ന് അങ്ങോട്ട് തീർത്തതാട്ടോ. ഓക്കെ, അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്യാല്ലേ. താങ്ക് യു, താങ്ക് യു. Thank you, sir. Thank you. Thank you, sir.